ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൊച്ചു കൃഷിയാണ്. അതായത് വാഴക്കൃഷി. നമ്മുടെ ഈ പറമ്പിൽ നമ്മൾ നേരത്തെ കുറേ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കുറേ പച്ചക്കൃഷികൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമായിരുന്നു. അതായത് പിന്നെ തക്കാളി, പച്ചമുളക്, വഴുതന, കോവൽ, വെണ്ടയ്ക്ക, പിന്നെ ചീരകൃഷി, പലതരം ചീരകൃഷികൾ, അങ്ങനെ നമ്മൾ കുറേ കൃഷികൾ നമ്മുടെ ഈ പറമ്പിൽ ചെയ്യുമായിരുന്നു. അപ്പം ഇവിടെ എല്ലാം നമ്മുടെ കാലാവസ്ഥ കുറച്ച് പ്രശ്നമാണല്ലോ, എപ്പോഴും മഴ തന്നെ മഴ. അപ്പം നമ്മൾ വിചാരിച്ചു വാഴക്കൃഷി ചെയ്താലോ എന്ന്. അപ്പം നമ്മുടെ ഈ പറമ്പിൽ നാടൻ വാഴ കുറച്ചുണ്ട്. പാളയംകോടൻ, ഞാലിപ്പൂവന്, റോബസ്റ്റ, പിന്നെ ചെങ്കദളി, പച്ചക്കദളി, അങ്ങനെയുള്ള കുറച്ച് നാടൻ വാഴകളൊക്കെ ഉണ്ട്. നാടൻ ഏത്തയും ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ വിചാരിച്ചു കുള്ളം വാഴകൾ കിട്ടും, ഏത്തയുടെ മഞ്ചേരി കുള്ളൻ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മൾ ഏപ്രിൽ മാസം നമ്മൾ ഇപ്പോൾ ഒരു 7 മാസം കഴിഞ്ഞു, ഒരു 10 തൈ വാങ്ങിച്ചു വെച്ചു. അപ്പോൾ അവർ പറഞ്ഞു 5 മാസം കഴിഞ്ഞ് 6-ാം മാസത്തിലേക്ക് അത് കൊലയ്ക്കുമെന്ന് പറഞ്ഞു. അത് സത്യം തന്നെയാണ്. ആ 10 വാഴയും കൊലച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വാഴക്കൃഷിയെക്കുറിച്ച് കൂടുതലെന്ന് പറയണത് പ്രകാശനോട് ചോദിക്കാം. പ്രകാശന, നമ്മുടെ വാഴക്കൃഷിയെക്കുറിച്ച് ഒന്ന് കൂടുതലൊന്ന് പറയാമോ? ഇതാണ് നമ്മുടെ മഞ്ചരിക്കുള്ളൻ ഏത്തക്കൊല. ഇതിപ്പോൾ ഒരു 6-7 മാസമായിട്ടുണ്ട്. പൊതുവെ പൊക്കം കുറഞ്ഞ നമ്മുടെ ഈ പൊക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ എനിക്ക് തൊടാൻ പറ്റുന്ന വിധത്തിലുള്ള കൊല. അതെ, ഒരാൾക്ക് കൊല വെട്ടിയെടുക്കാം, നിന്നുകൊണ്ട് വെട്ടിയെടുക്കാം. നമ്മൾ പൊക്കമുള്ള സ്ഥലങ്ങളിൽ പൊക്കമുള്ള നാടൻ വാഴകൾ വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഊന്ന് കൊടുക്കണം, അതിൻ്റെ ചിലവ്. പിന്നെ അത് കാറ്റും മഴയും വരുമ്പം ഇടിഞ്ഞു വീഴും, മറിഞ്ഞു വീഴും, നഷ്ടങ്ങൾ ഒത്തിരി ഉണ്ടാകും. ഇതിപ്പോൾ നമ്മൾ 10 എണ്ണം ഈ മഞ്ചേരിക്കുള്ളം വെച്ചിട്ട് 10 കൊലച്ചു, 10 കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 2 മാസം 3 മാസം കൂടെ കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. ഇത് നല്ല കളറും രുചിയും മധുരവും വലിപ്പമൊക്കെ ഉള്ള, പടല എണ്ണം കുറവെങ്കിലും ബാക്കിയുള്ള എല്ലാം നല്ല വലിപ്പവും രുചിയൊക്കെ ഉള്ളതാണ്. പിന്നെ ഇതിൻ്റെ വളപ്രയോഗമാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിലാകെ 5 പ്രാവശ്യം നമ്മൾ വളമിട്ടിട്ടുണ്ട്. 5 തവണ കൊല വെട്ടുന്നതിന് മുന്നേ, വാഴക്കന്ന് വെക്കുന്നത് ശേഷം 5 തവണ വളമിട്ടിട്ടുണ്ട്. അത് രാസവളമുണ്ട്, നമ്മൾ നാടൻ വളങ്ങളുമുണ്ട്. നമ്മുടെയൊക്കെ മണ്ണിൽ അത്യാവശ്യം നമുക്ക് NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് നമ്മളത് കൊടുക്കണം. അല്ലാതെ ഇപ്പം നമ്മൾ ജൈവം മാത്രം, നാടൻ മാത്രം കൊടുത്താൽ ആവശ്യത്തിന് മണ്ണിൽ അത് കിട്ടില്ല, സമയം പിടിക്കും. അപ്പോൾ എപ്പോഴും നല്ലത് മണ്ണിൻ്റെ ഇത് പരിശോധിച്ചിട്ട് ആവശ്യത്തിനുള്ള NPK കൊടുക്കുക. മറ്റ് സൂക്ഷ്മ മൂലകങ്ങൾ, നമ്മൾ ഈ ബോറോൺ, മഗ്നീഷ്യം പോലെയുള്ള സൂക്ഷ്മ മൂലകങ്ങൾ നമ്മൾ അയർന്നും പറഞ്ഞ് കിട്ടും. അത് ഗവൺമെൻറ്റിൻ്റെ കാർഷിക സർവകലാശാല കിട്ടും, അത് വാങ്ങി അതും കൊടുക്കുക. പിന്നെ ബാക്കി നമുക്ക് മറ്റ് ചാണകവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഇത് ഏതായാലും കൃത്യമായിട്ട് കൊടുത്താൽ മാത്രമേ നമ്മുടെ കൃഷിയിലൊരു നല്ല വളർച്ച ഉണ്ടാവുകയുള്ളൂ. കായൊക്കെ നല്ല വലുപ്പവും കളറും ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കൊടുക്കണം. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ നമ്മുടെ വാഴത്തോട്ടം പരമാവധി കഴിയുന്നത്ര വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ചീഞ്ഞ ഇലകളും ഉണങ്ങിയ ഇലകളൊക്കെയാണ് അന്നേരം തന്നെ വെട്ടിമാറ്റി, താഴെ പുല്ലുകൾ ഒത്തിരി ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് പരമാവധി നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ കീടബാധ വളരെ കുറയും. പിന്നെ കീടബാധ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ട്, പുഴു, അങ്ങനെയുള്ള ശല്യം, പിന്നെ ഇലയിലുള്ള ഓരോ കീടബാധയൊക്കെ കുറയ്ക്കണമെങ്കിൽ അത്യാവശ്യം നമുക്ക് കീടനാശിനികൾ തളിക്കേണ്ടി വരും. അത് ആവശ്യത്തിന് അത് നോക്കിയിട്ട് ആ സമയം കണ്ട് തളിക്കുകയും വേണം. നമ്മളത് വിട്ടുകളഞ്ഞാൽ പിന്നീട് നമ്മുടെ വിളവിനെ ബാധിക്കും. പിന്നെ നമ്മൾ വാഴക്കന്നുകൾ നിർത്തുന്ന കാര്യം, കൊല ആകുന്നത് വരെ ഉണ്ടാകുന്ന ഇത്തരം വാഴക്കന്നുകളെല്ലാം നമ്മൾ ചവിട്ടി ഒടിച്ചു കളയുക. കൊല വന്നതിന് ശേഷം മാത്രമേ ഇത് നിർത്താവുള്ളൂ. ഇത് നിർത്തിയിട്ട് പിന്നെ അത് വളരുന്നതനുസരിച്ച് മികച്ച വാഴക്കന്നുകൾ മാത്രം നിർത്തിക്കൊണ്ട് ബാക്കി നമുക്ക് കളയാം. അങ്ങനെയാണ് ഇതിൻ്റെ കന്ന് ഉൽപ്പാദനം. നമ്മൾ അല്ലാതെ കന്നുകൾ വളർത്തിയാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ വാഴയ്ക്ക് വേണ്ട
വളങ്ങളെല്ലാം കന്ന് വലിച്ചെടുക്കും. വാഴയ്ക്ക് വലിപ്പവും വളർച്ചയില്ലാതെ വരും. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ വാഴയൊക്കെ വെക്കുന്നതിന് മുന്നേ ഒരു 2 ആഴ്ച മുന്നെയെങ്കിലും കുമ്മായം വിതറി നമ്മുടെ ഇതിൻ്റെ അസിഡിറ്റി ഒന്ന് കളയണം, പുളിപ്പൊക്കെ ഒന്ന് കളഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ ശേഷമേ നമ്മളിപ്പം വാഴ തന്നെയല്ല ഏത് വിളയും അങ്ങനെ തന്നെയാണ്, വാഴയ്ക്ക് അതുപോലെ തന്നെ. പിന്നെ വെള്ളം കെട്ടി നിൽക്കരുത്, വെള്ളം കെട്ടി നിൽക്കാതെ മണ്ണ് കൂട്ടി കൊടുക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ വാഴ കൃഷിയിൽ ചെയ്യേണ്ട മറ്റ് കാര്യങ്ങൾ. പിന്നെ നേന്ത്രവാഴ കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ വേറെ ഇപ്പം കൊല തന്നെയല്ല, ഇതിൻ്റെ പിണ്ടി, ഇതിൻ്റെ പൂവ് സൂപ്പർ സാധനങ്ങളല്ലേ, അടിപൊളി സാധനം. നേന്ത്രവാഴയുടെ ചില ഇനം വാഴയുടെ വാഴക്കൂമ്പൊന്നും ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല, കൈപ്പിടിക്കും. എനിക്ക് തോന്നുന്നത് ഈ പൂവൻ ഇനങ്ങൾ അതിൻ്റെ കൂമ്പൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ അത്ര പോരാ. പക്ഷേ ഇത് നേന്ത്രവാഴ നല്ലതാണ്. പിന്നെ പാളയംകോടൻ അതൊക്കെ നല്ല നമ്മുടെ വാഴക്കൂമ്പും പിണ്ടിയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഇനങ്ങളാണ്. ഇത് നമ്മുടെ പറമ്പിൽ നേരത്തെ നിന്ന വാഴകളൊക്കെയാണ്. ഇത് സത്യം പറഞ്ഞാലില്ലേ, ഇത് ചെങ്കദളിപ്പഴം ഉണ്ടല്ലോ, ചുവന്ന പഴം, അതിൻ്റെ വിത്തെടുത്ത് വെച്ചുണ്ടായതാണ്. അത് പക്ഷേ വളർന്നു വന്നപ്പോൾ പച്ച കളറിലാണ് വരുന്നത്. ഇതിൻ്റെ കായ് ഉണ്ടായപ്പോഴും പച്ചയാണ്. അതായത് ടേസ്റ്റൊക്കെ സെയിം ചെങ്കദളി പോലെ തന്നെ, പക്ഷേ കളറ് പച്ച കളറാണ്. വലുപ്പം എല്ലാം അത് തന്നെ, പക്ഷേ കളറ് അതായത് തൊലിയുടെ കളറ് പച്ച തന്നെയാണ്. ഇപ്പം ഞാൻ എന്താ കാണിക്കുന്നത്, ഇതിൻ്റെ വലിപ്പം കാണിക്കുകയാണേ. അസാധ്യ വലിപ്പമാണ്. നമ്മുടെ ഹൈബ്രിഡ് ഇനവും നാടൻ ഇനങ്ങളും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം കാണിച്ചാണ് പൊക്കം. ഇതൊക്കെ ഇത്രയും പൊക്കത്തിൽ വളരുമ്പോൾ എന്താണെന്നറിയാവോ, ഈ മഴയും കാറ്റും ഒക്കെ വരുമ്പോൾ നല്ല ടെൻഷനാണ്, ഇതെപ്പം വീഴുമെന്ന് വിചാരിച്ചിട്ട്. ഇത് നമ്മുടെ നാടൻ ഏത്തവാഴ. ഇതിൻ്റെയും പൊക്ക വ്യത്യാസം ഞാൻ കാണിക്കുകയാണേ. അപ്പുറത്ത് നിൽക്കുന്നത് മഞ്ചരിക്കുള്ളൻ. ഇത് നാടൻ ഏത്തവാഴ. ഇതിൻ്റെ പൊക്കം കണ്ടോ, ഇത് രണ്ടും ഒരേ പ്രായമുള്ള വാഴകളാണേ. കണ്ടോ, നമ്മുടെ നാടൻ്റെ പോക്ക് കണ്ടില്ലേ, അങ്ങനെ അങ്ങ് പോവുക. എന്നാൽ ഇതിൻ്റെ കായ്ക്ക് നല്ല ടേസ്റ്റാണ്, പഴമൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റൊക്കെയാണ്. പക്ഷേ നമ്മുടെ നാടൻ്റെ ആ ഒരു പൊക്കമാണ് അങ്ങ് പൊങ്ങി അങ്ങ് പോകും. വണ്ണവും എല്ലാം വ്യത്യാസമാണ്. കണ്ടോ, മഞ്ചരിക്കുള്ളൻ്റെ വണ്ണം കണ്ടോ, ഇതാണ് നല്ല വലിപ്പമൊക്കെയുണ്ട്. ഇത് പിന്നെ നമ്മുടെ നാടൻ പാളയംകുടം. ഇതിന് പിന്നെ വലിയ വളമൊന്നും വേണ്ട, ഇഷ്ടംപോലെ ഉണ്ടാകും, അത്യാവശ്യം വലിയ കൊലയുമാണ്. ഇതാ വേറൊരു കൊല നിൽക്കുന്നു. ഇതൊരു ഞാലിപ്പൂവന്. ഇത്ര ആയപ്പോഴേ ചെറുതായിട്ട് ചരിഞ്ഞിട്ടുണ്ട്. നമ്മളെ നാടൻ്റെ ഒരു വ്യത്യാസമാണിത്. പൊക്കം കൂടുതൽ വരുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം നാടൻ വാഴക്കൃഷിയും ഹൈബ്രിഡ് വാഴക്കൃഷിയും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ വാഴക്കഥകൾ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഇത് നന്നായിട്ട് വിളഞ്ഞ് പഴുക്കുമ്പോൾ കാണിക്കാം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി ഓൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.